സതീശന്റെ സമരഗേറ്റ് രമേശ് ചെന്നിത്തല പൂട്ടിച്ചു എന്നങ്ങ് എഴുതി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ആദ്യം തന്നെ പറയുകയാണ്. പത്ത് വർഷത്തിന് ശേഷമാണ് SFIയുടെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയുള്ള നേതാക്കളും സഖാക്കളും എല്ലാവരും തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചുമായി എത്തുന്നത്. SFIയുടെ കേരള സംസ്ഥാന പ്രസിഡന്റിന്റെയും ബാലസംഘം സംസ്ഥാന സെക്രട്ടറിയുടെയും കൈതല്ലിയൊടിക്കുന്ന ഏറ്റവും വലിയ കിരാത കോൺഗ്രസ് ഗുണ്ടാ സംഘമായി ഇവർ മാറിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. സത്യത്തിലൊരു തെരുവ് യുദ്ധത്തിന് സമാനമായ അവസ്ഥയായിരുന്നു. നമസ്കാരം. 10 വർഷത്തിന് ശേഷം SFI സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിലെ യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാത്രി 11:30യോടുകൂടി വലിയ രീതിയിലുള്ള സംഘർഷം പോലീസും SFI നേതാക്കളും അതുകൂടാതെ KSU നേതാക്കളും തമ്മിൽ ഉണ്ടായിരുന്നു. ഈ സംഘർഷത്തിൽ SFI നേതാക്കൾക്ക് ഉൾപ്പെടെ വലിയ രീതിയിൽ പരിക്കേറ്റു എന്നാണ് SFI നേതാക്കൾ പറയുന്നത്. അതേസമയം ഇവിടെ കല്ല് എടുത്ത് എറിഞ്ഞത് KSU നേതാക്കളാണ് എന്നും അതേസമയം തന്നെ SFI നേതാക്കളാണ് കല്ലും വടിയും എടുത്ത് എറിഞ്ഞത് എന്ന് SFI നേതാക്കളും KSU നേതാക്കളും പരസ്പരം ഇത്തരത്തിൽ ആരോപണവും ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇതിൽ SFIയുടെ 2 നേതാക്കൾക്ക് വലിയ രീതിയിലുള്ള പരിക്കേറ്റിരിക്കുന്നു. 2 പേരുടെ കൈക്ക് വലിയ രീതിയിലുള്ള പൊട്ടലുണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ച് നിലവിലിപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് SFIയുടെ സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടെയുള്ള സംഘം മാർച്ചുമായി എത്തിയിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് 10 വർഷത്തിന് ശേഷമാണ് SFIയുടെ സംസ്ഥാന നേതൃത്വം ഉൾപ്പെടെയുള്ള നേതാക്കളും സഖാക്കളും എല്ലാവരും തന്നെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചുമായി എത്തുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് ഇത് കടക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത്. ഇക്കഴിഞ്ഞ ദിവസം രാത്രി ഉൾപ്പെടെ പാളയം റോഡിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉടലെടുത്തിരുന്നു. സത്യത്തിലൊരു തെരുവ് യുദ്ധത്തിന് സമാനമായ അവസ്ഥയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം രാത്രി തിരുവനന്തപുരത്ത് ഉണ്ടായത്. സമാനമായ രീതിയിൽ ഇന്നും സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പോലീസ് സന്നാഹമാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിലവിലിപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ തന്നെ SFI നേതാക്കളും സംഘവും സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചുമായി എത്തുകയാണ്. ആദ്യം അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക്. സമരം നടത്തിയാണ് അവർ പറയുന്നത്.
സതീശന്റെ സമര ഗേറ്റ് രമേശ് ചെന്നിത്തല പൂട്ടിച്ചു എന്നങ്ങ് എഴുതി കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണമെന്ന് ആദ്യം തന്നെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ യൂണിവേഴ്സിറ്റി കോളേജിൽ അവിടുത്തെ ആസ്ഥാനത്ത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഉജ്ജ്വലമായ വിജയം ഞങ്ങൾ നേടിയെടുത്തു. ആ നേടിയെടുത്ത വിജയം ഈ സമൂഹവുമായി പങ്കുവെക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന്റെ ഭാഗമായി ഞങ്ങൾ ഒരു പ്രകടനം നടത്തി. ആ പ്രകടനത്തിലേക്ക് പാളയം ജുമാ മസ്ജിദിന്റെ മുന്നിൽ നിന്ന് പോലീസിന്റെ ഒത്താശയോടുകൂടി ഇവിടെ പുറകിലിരിക്കുന്ന ഡിവൈഎസ്പി ഏമാനോടും ഇവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണറും ഉൾപ്പെടെയുള്ള ആളുകൾ മുന്നിൽ നിൽക്കെ കല്ലേറുകളുടെ ഒരു സരമാരി തന്നെ ഞങ്ങളുടെ ദേഹത്തേക്ക് പെയ്തിറങ്ങിയപ്പോൾ ഞങ്ങൾ പ്രതിരോധിച്ചു. ആ പ്രതിരോധിച്ച ഞങ്ങളുടെ പ്രവർത്തകർക്ക് കിട്ടിയ സമ്മാനമാണ് ഇതാ എന്റെ പുറകിലിരിക്കുന്ന SFIയുടെ കേരള സംസ്ഥാന പ്രസിഡന്റിന്റെയും ബാലസംഘം സംസ്ഥാന സെക്രട്ടറിയുടെയും കൈതല്ലിയൊടിക്കുന്ന ഏറ്റവും വലിയ കിരാത കോൺഗ്രസ് ഗുണ്ടാ സംഘമായി ഇവർ മാറിയതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം. ആർക്കു വേണ്ടിയാണ്? ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ഞങ്ങൾ ആരെയാണ് മർദ്ദിച്ചത്? ഞങ്ങൾ ഏത് പൊതുമുതലാണ് നശിപ്പിച്ചത്? ഉത്തരം പറയാൻ ഈ കേരളത്തിലെ പോലീസിന് ഉത്തരവാദിത്വമുണ്ട്. ഞങ്ങൾ എന്തു ചെയ്തു? എന്തിനായിരുന്നു ഞങ്ങൾക്കെതിരെ നരനായാട്ട്? ഞങ്ങളിൽപ്പെട്ട 15 പേരെ നിങ്ങൾ തല്ലിയോടിച്ചോ, കൈയടിച്ചോടിച്ചു, കാലടിച്ചോടിച്ചോ? ഞങ്ങളുടെ മുതുകത്ത് നിങ്ങൾക്ക് പറ്റാവുന്ന വിധത്തിൽ പ്രഹരശേഷിയോടുകൂടി നിങ്ങൾ ഞങ്ങളുടെ മുഖത്തും പുറത്തും ഒക്കെയും അടിച്ചു പൊളിച്ചോ? അവിടെയും അവസാനിച്ചില്ല നിങ്ങളുടെ ദേഷ്യം. കോൺഗ്രസിന്റെ ഒത്താശയുടെ തുടർച്ചയിൽ നിങ്ങൾ 5 റൗണ്ട് ഗ്രനേഡാണ് ഞങ്ങൾക്കെതിരെ പ്രയോഗിച്ചത്. പെൺകുട്ടികൾ, എല്ലാ വിദ്യാർത്ഥികളും ഉണ്ടായ ഘട്ടത്തിലേക്ക് 5 ഗ്രനേഡ്. 2016 തൊട്ട് 26 വരെ എത്ര ഗ്രനേഡ് പൊട്ടിച്ചിട്ടുണ്ട് കേരളത്തിലെ പോലീസ് വിദ്യാർത്ഥി സമരത്തിനെതിരെ? ഉത്തരവുണ്ടോ? ഞങ്ങൾക്കെതിരെ എന്തിനാണ് നിങ്ങൾ ഉപയോഗിച്ചത്? ഞങ്ങൾ എന്തിനാണ് ഇവിടെ ജലപീരങ്കിയുടെ ഹിറ്റ് റണ്ണിന്റെ ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കണം. 25 മീറ്ററിന്റെ ഇപ്പുറത്ത് വെച്ച് മുഴുവൻ ഫുൾ ഫ്ലഡ്ജ് ഫോഴ്സിൽ വിദ്യാർത്ഥികളുടെ നടുകത്തേക്കും പുറത്തേക്കും മുഖത്തേക്കും അടിച്ചേൽപ്പിക്കുകയാണ്. ഞങ്ങൾക്കെന്താ ചെവിയില്ലേ? ഞങ്ങൾക്കെന്താ ജീവിക്കണ്ടേ? ഈ കേരളത്തിൽ കോൺഗ്രസ് ജയിച്ചു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ മരിച്ചു പോകണം. അതുകൊണ്ട് ഒരു കാര്യം ഞങ്ങൾ പറയാം, മരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല, തിരികെ പോരാടാനാണ് SFI ഉദ്ദേശിച്ചിട്ടുള്ളത്. പേടിപ്പിച്ച് എവിടെയെങ്കിലും മാറ്റിയിരുത്താനായിരുന്നുവെങ്കിൽ ചരിത്രം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നില്ല. 96-ൽ കൂത്തുപറമ്പിൽ, 2000-ന്റെ ഇടവേളകളിൽ ഇന്ത്യയിലെമ്പാടുമുള്ള പോരാട്ട സമരങ്ങളിൽ ബ്രണ്ണൻ കോളേജിൽ അഷ്റഫിനെ കൊന്നപ്പോൾ തൊട്ടടുപ്പുറത്ത് ഈ ക്യാമ്പസുകളിലൊക്കെയും വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച ഏറ്റവും അവസാനം ധീരജ് രാജേന്ദ്രൻ എന്ന വിദ്യാർത്ഥിയെ ഉൾപ്പെടെ കൊലപ്പെടുത്തിയപ്പോഴും നിങ്ങൾ ഞങ്ങളെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്. പക്ഷേ ഞങ്ങൾ വിദ്യാർത്ഥികളോടൊപ്പം പോരാടി, വിദ്യാർത്ഥികളുടെ കൂടെ അണിചേർന്നു. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ നീറ്റിനെതിരെ സമരമാണ് നടത്തിയത്. അപ്പോഴും നിങ്ങൾക്ക് ഞങ്ങളെ തല്ലണം. അടുത്ത ആഴ്ചയിൽ ഞങ്ങൾ CBSE വിദ്യാർത്ഥികൾക്ക് വേണ്ടി CBSE ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. അതിനും തല്ലണോ? തല്ലാനാണോ ഉദ്ദേശിക്കുന്നത്?
ഈ കേരളത്തിൽ ഞങ്ങൾ സമരം ചെയ്തുകൂടെ? കഴിഞ്ഞ 10 വർഷം ഞങ്ങൾ സമരം ചെയ്തില്ല എന്ന് ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളോട് നിങ്ങൾ ആർക്കെതിരെയാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങൾ നടത്തിയ റിപ്പോർട്ടിങ്ങിനെതിരെ നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കുന്നു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ നേരിട്ട കൊടിയേതാണ്? സ്വാതന്ത്ര്യത്തിന്റെ, ജനാധിപത്യത്തിന്റെ, സോഷ്യലിസത്തിന്റെ കൊടിയല്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ടത്? ഇതാ രാജേന്ദ്ര ആർലേക്കർ മെനഞ്ഞാന്ന് വിവാദമായിട്ടുള്ള ഒരു ഉത്തരവിറക്കിയപ്പോൾ കേരളത്തിൽ 102 സീറ്റ് കിട്ടി ജയിച്ച കോൺഗ്രസ് ഇടപെട്ടോ? സംസ്ഥാനത്തെ മുഴുവൻ സർവകലാശാലകളിലും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം വിലക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ റോജി എം ജോൺ മിണ്ടിയോ? വി ഡി സതീശൻ അനങ്ങിയോ? സമരം ചെയ്തത് SFI ആണ്. ഇന്നലെ പകല് കഴിയുന്നതിന് മുമ്പ് മലപ്പുറത്ത് മലയാളം സർവകലാശാലയിൽ ആ ഓർഡർ ഞങ്ങൾ പിൻവലിപ്പിച്ചു എന്നുള്ളതാണ് നിങ്ങൾ കാണേണ്ടത്. ഈ സമരം അരാജക സമരമാണോ? ഈ സമരം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതല്ലേ? നീറ്റ് സമരം അരാജക സമരമാണോ? കോൺഗ്രസുകാർക്ക് വേണ്ടി പണിയെടുക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. നീറ്റിന്റെ ഭാഗമായി സമരം ചെയ്തത് തെറ്റായ സമരമാണോ? CBSE വിഷയം തെറ്റായ സമരമാണോ? സർവകലാശാലയുടെ വിദ്യാർത്ഥികളുടെ ആവശ്യം തെറ്റായ സമരമാണോ? നിങ്ങൾ പഠിച്ച സർവകലാശാല ഞങ്ങൾ RSSന് എഴുതി കൊടുക്കണോ? മനസ്സില്ല മാധ്യമങ്ങളെ, മനസ്സില്ല വലതുപക്ഷമേ, ഒരു മനസ്സും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ശക്തമായ പ്രതിഷേധം ഞങ്ങൾ ഉയർത്തും. ഇനി ഞങ്ങളെ അടിച്ചൊതുക്കാനാണ് നിങ്ങൾക്ക് കിട്ടിയ ഉത്തരവെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി 2 മണിക്കൂർ മുമ്പ് ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഏകപക്ഷീയമായ അക്രമം ഇന്നലെ പാളയത്ത് നടന്നിട്ടില്ല എന്നാണ്. ഏകപക്ഷീയമായ അക്രമം അല്ലെങ്കിൽ ഇതെന്താണ്? SFIയുടെ സംസ്ഥാന പ്രസിഡന്റിനെ പോലീസിന് അറിയില്ലേ? ബാലസംഘം സംസ്ഥാന സെക്രട്ടറിയെ പോലീസിന് അറിയില്ലേ? ഇവിടെ ആദ്യമായാണോ ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്നത്? ഏകപക്ഷീയമായ അക്രമം അല്ലെങ്കിൽ KSUവിന്റെ ഭാരവാഹികൾക്ക് ആർക്കാണ് അക്രമം കിട്ടിയത്? ആരാണ് അടിയേറ്റ് വാങ്ങിയത്? എന്നാൽ ഒരു കാര്യം ഞങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുടെ കയ്യിലല്ല ആഭ്യന്തരമെന്നും ഞങ്ങൾ എല്ലാത്തിനും പക വീട്ടാൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തലയുടെ 1-ാം നമ്പർ സുഹൃത്തായിട്ടുള്ള VD സതീശൻ തന്നെയാണ് ഇതൊക്കെ ജയിച്ചത് എന്ന് പുറകിലിരിക്കുന്ന ഏമാന്റെ അടിയിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം സംഘപരിവാറിനെതിരെയുള്ള സമരം ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊള്ളുന്നത് രാജീവ് ചന്ദ്രശേഖരനല്ല, VD സതീശനാണെന്ന് ഞങ്ങൾക്കറിയാം. എന്തായാലും ഇന്നലെ രാത്രി വലിയ രീതിയിലുള്ള ഒരു സംഘർഷം നടു റോഡിൽ ഉണ്ടായെങ്കിലും ഇന്ന് അത്തരത്തിലുള്ള വലിയ സംഘർഷങ്ങളിലേക്കൊന്നും SFI സംഘം കടന്നിട്ടില്ല. ഇന്നലെ ഉണ്ടായ പരിക്കും എല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് നേതാക്കൾ എല്ലാവരും തന്നെ സംയമനത്തോടു കൂടിയാണ് ഇന്നത്തെ മാർച്ച് ഇവിടെ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ടത്, നേരത്തെ പറഞ്ഞതുപോലെ 10 വർഷത്തിന് ശേഷമാണ് അവർ പ്രതിപക്ഷത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ SFIയുടെ മാർച്ച് വലിയ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പോലീസ് സന്നാഹം തന്നെയായിരുന്നു തയ്യാറാക്കിയിരുന്നത്. എന്നാൽ വലിയ സംഘർഷമോ അത്തരത്തിലുള്ള അവസ്ഥകളിലേക്ക് നീങ്ങുന്ന സാഹചര്യമോ ഉണ്ടായിട്ടില്ല. 3-4 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ടിയർ ഗ്യാസ് ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ പോലീസ് കരുതിയിരുന്നു. എന്നാൽ അതൊന്നും തന്നെ നിലവിലിപ്പോൾ പ്രയോഗിച്ചിട്ടില്ല. സമാധാനപരമായ നിലയിൽ നിലവിലിപ്പോൾ മാർച്ച് അവസാനിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ ആഷിഖിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.